അടുത്തത് പറയുന്നു പര്യന്തേ മൂത്രവിഷ്ടാദേ, പരിസരങ്ങളിൽ മലം മൂത്രം ഇവയൊന്നും അനുത്സർഗ വിസർജിക്കാതിരിക്കുക. വീടിൻ്റെ ചുറ്റും മൂത്രമൊഴിക്കുക, വിസർജിക്കുക. ആദ്യകാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അത് ഒരു 100 വർഷം മുമ്പൊക്കെ കക്കൂസുകൾ ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റുകൾ ഇന്നത്തെ പോലെയുള്ള യൂറോപ്യൻ ക്ലോസറ്റോ ഇന്ത്യൻ ക്ലോസറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് മലവിസർജനത്തിനായിട്ട് കുഴികളാണ് ആളുകൾ കുഴിച്ചിരുന്നത്. ആ കുഴികളിൽ പോയിട്ട് അതിൻ്റെ മുകളിൽ ഒരു തടുക്കൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നാണ് വിസർജനം ചെയ്യുന്നത്. ചിലർ വെളിക്ക് പോകുന്നു. വെളിക്ക് പോകുക എന്നുള്ള പദം ഇന്നില്ല അധികം. പക്ഷെ ഒരു കാലത്ത് വെളിക്ക് പോകുക എന്ന് പറയും. ഇന്നതൊക്കെ മാറി. ഇന്ന് വീടിൻ്റെ ഉള്ളിൽ തന്നെ ബെഡ്റൂമിനോട് ചേർന്ന് നല്ല ടോയ്ലറ്റുകളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നു. ഇന്ന് മിക്കവരുടെയും വീട്ടിൽ അടുക്കളയേക്കാളൊക്കെ വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട്. നല്ല ബെഡ്റൂമിനേക്കാളും വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട്. വാസ്തവത്തിൽ അതൊരു നല്ല കൺവീനിയൻസ് ആണ്. പക്ഷെ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഒന്ന്, ടോയ്ലറ്റിൻ്റെ ജനലുകൾ എന്നും തുറന്ന് ഇട്ട് അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റ് ഫാൻ അതിലെപ്പോഴും ഉണ്ടായിരിക്കണം. വർക്ക് ചെയ്യിക്കണം. അത് എക്സോസ്റ്റ് ഫാനിലൂടെ അതിൽ ജഡമായ വായുവിനെ അത് നിർമാർജനം ചെയ്യും. പര്യന്തേ മൂത്രവിഷ്ടാദേ അനുത്സർഗ സായം പ്രാതഃ ച സുഗന്ധിഭിഹി ധൂപനം ച, വൈകിട്ടും രാവിലെയും സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് പുകയ്ക്കണം വീടിനുള്ളിൽ. ഷഡ് ശുദ്ധികരാണി, 6 ഗൃഹശുദ്ധീകരണങ്ങളാണ്. ഏതൊക്കെ 6 പറഞ്ഞിട്ടുള്ളത്? വീടിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം കടക്കണം, ശുദ്ധവായു കടക്കണം, ചീത്ത സാധനങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റണം, എല്ലായിടവും അടിച്ച് വൃത്തിയാക്കണം, പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, വൈകിട്ടും രാവിലെയും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണം. ഈ 6 കാര്യങ്ങളാണ് പരിസര ശുദ്ധിക്കും ഗൃഹശുദ്ധിക്കുമായിട്ട് ഗുരു പഠിപ്പിച്ചു തരുന്നത്. യശുദ്ധി പഞ്ചകമിതം ചരതി പ്രശസ്ത ആരോഗ്യ നിത്യ സുഖഹേതുകം ആത്മനീനം ദീർഘായുരൂർജിത വപു സതത പ്രസന്ന ബുദ്ധിർയുവേവ പുരുഷോ ഭവതീഹ ലോകേ. യത് ശുദ്ധി പഞ്ചകമിതം ചരതി പ്രശസ്തം ആരോഗ്യ നിത്യ സുഖഹേതുകമാത്മനീനം ദീർഘായുരൂർജിത വപു സതത പ്രസന്ന ബുദ്ധിർയുവേവ പുരുഷോ ഭവതീഹ ലോകേ. യഹ പുരുഷ, ഏതൊരു പുരുഷൻ, ഏതൊരു മനുഷ്യൻ, പ്രശസ്തം പ്രഖ്യാതമായ ആരോഗ്യ നിത്യ സുഖഹേതുകം, നിത്യമുള്ള ആരോഗ്യത്തിനും സുഖത്തിനും കാരണഭൂതവും, ആത്മനീനം ആത്മാവിന് ഹിതകരവുമായ ഇതം പഞ്ചകം ചരതി ഈ ശുദ്ധി പഞ്ചകത്തെ ആചരിക്കുന്നുവോ, സഹ അവൻ, ഇഹലോകേ യുവാ ഇവ ഈ ലോകത്തിൽ യുവാവിനെ പോലെ, ദീർഘായുഹു ദീർഘായുസ്സും, ഊർജിത വപുഹു തേജസ്സുള്ള ശരീരത്തോടു കൂടിയവനായും, സതത പ്രസന്ന ബുദ്ധി സദാ പ്രസന്ന ബുദ്ധിയായും ഭവിക്കുന്നു. ഇതാണ് ശുദ്ധി പഞ്ചകം ആചരിച്ചാലുള്ള പ്രയോജനം. എന്താണ് പ്രയോജനം? ഇഹലോകത്തിൽ അവൻ യുവാവിനെ പോലെ യുവത്വമുള്ളവനായിട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഗൃഹം ശുദ്ധമായാൽ അതുപോലെ മറ്റ് ശുദ്ധികൾ എല്ലാം നമ്മൾ പാലിക്കുകയാണെങ്കിൽ യുവാവിനെ പോലെ നമ്മൾക്ക് ഊർജ്ജസ്വലമായിട്ടിരിക്കാൻ കഴിയും, ദീർഘായുഷ്മാനായിട്ടിരിക്കാൻ കഴിയും. മനസ്സാകട്ടെ ബുദ്ധിയാകട്ടെ എപ്പോഴും പ്രസന്നമായിട്ടും ഇരിക്കും. ഇതാണ് ശുദ്ധി പഞ്ചകം ആചരിച്ചാലുള്ള പ്രയോജനം. ഇത് നിങ്ങൾ നല്ലവണ്ണം മനനം ചെയ്യണം.